ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സമയം 5:30 കഴിഞ്ഞു കേട്ടോ, 5:30 കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്ക് നേരത്തെ പോകണമെന്ന് എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്, അതുകൊണ്ട് ഞാൻ പതുക്കെ പറയാം. ഇന്ന് ഞാനൊരു മോർണിംഗ് റൊട്ടീനായിട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. രാവിലെ ഒരു 5:30 മുതൽ ഒരു 8:30 വരെയൊക്കെയുള്ള സമയം കേട്ടോ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ഡേ ഇൻ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ഇതിനേക്കാളും കുറച്ചുകൂടി സമയം വേണം. പിന്നെ ഫോണിൽ കുറച്ച് സ്പേസൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ എപ്പോഴും 5:30 എഴുന്നേൽക്കാൻ നല്ല കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കും ഏട്ടായിക്കും നേരത്തെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ടിട്ട് 5:30 എഴുന്നേറ്റാണ്. 2 ബേബീസ് ഉറക്കമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൂളായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരാൾ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. കാരണം എടുക്കാനോ പിടിക്കാനൊക്കെ വേണ്ടി എപ്പോഴും ഇങ്ങനെ എൻ്റെ പാൻ്റെ തൂങ്ങി നിൽക്കും. അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റ് പാടെ ചെയ്യുന്ന കാര്യം നമ്മൾ ചോറൊന്നും കൂടെ ഒന്ന് തിളപ്പിക്കുവാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ തലേദിവസം രാത്രി ചോറൊന്ന് തിളപ്പിച്ചിട്ട് നമ്മുടെ ആ ഒരു കുക്കറിൽ ഇറക്കി വെക്കും. എന്നിട്ട് രാവിലെ വീണ്ടും തിളപ്പിച്ച് വാർക്കുവാണ് ചെയ്യുന്നത്. പിന്നെ ഇന്നലെ തന്നെ നമുക്ക് ഇന്ന് രാവിലത്തെ വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീനൊക്കെ ഇങ്ങനെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് ഇന്നലെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികൾ തലേദിവസം രാത്രി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സാമ്പാറും ഒരു തോരനൊക്കെ അമ്മച്ചി രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ഒത്തിരി അധികം കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, പലതും വ്യത്യാസമാണ്. പിള്ളേർ എഴുന്നേക്കുന്ന ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞങ്ങളുടെ രാവിലത്തെ കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ 8 മണിക്ക് പോകേണ്ടപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മഞ്ഞ കളർ പോലത്തെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം ഉരുളക്കിഴങ്ങ് ഈ പറഞ്ഞ പോലെ മുറിക്കാണ്ട് ആണ് ഞാൻ വേവിക്കാൻ വെച്ചിരുന്നത്. നമുക്ക് ഫ്രിഡ്ജ് ഇത്തിരി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ തലേദിവസം ഇങ്ങനെ പീസായിട്ട് മുറിച്ച് ഫ്രിഡ്ജിലൊക്കെയാണ് എപ്പോഴും വെക്കുക. അപ്പോൾ അതുകൊണ്ട് പീസാക്കി വെക്കൽ നടന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വേവിച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സവോള ഒത്തിരി ഇടേണ്ടതെന്ന് വെച്ചാൽ 2 ഞാൻ ജസ്റ്റ് തൊലി കളഞ്ഞ് വെച്ചാണ്. പക്ഷേ ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് മാത്രമായിട്ട് ഇത്രയും ക്ലിയർ ആയിട്ടൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയത്. കാരണം സ്റ്റാൻഡ് നമ്മുടെ ഇത്ര ഒടിഞ്ഞിരിക്കുന്നതായിരുന്നു. അങ്ങനെ നമ്മുടെ 2ാമത്തെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണേ. സ്റ്റാൻഡ് ഇല്ലാണ്ട് ഭയങ്കര പാടാണ്, നമുക്ക് വെക്കാനും പറ്റത്തില്ല. എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ നേരെ വന്ന് ചാടി അടുപ്പത്തോട്ട് വീഴും. അതുകൊണ്ട് ഫോണ് എവിടെയും വെക്കുന്ന റിസ്ക്കാണ്. അപ്പോൾ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ടിട്ട് ഇച്ചിരി നല്ല എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് ഫോണിൻ്റെ സ്പേസ് പണി തന്നത്. ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ടാണ് അടുത്ത വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒട്ടും സ്പേസ് ഇല്ലാത്തതുകൊണ്ടിട്ടേ എടുക്കുക ഡിലീറ്റ് ചെയ്യുക അത് തന്നെ കേട്ടോ പരിപാടി. പിന്നെ ഇപ്പോൾ സ്പീഡ് കൂട്ടിയിടാന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ചെടുത്താൽ പോലും ഞാൻ സ്പീഡ് കൂട്ടിയിടും. അപ്പോൾ ഒത്തിരി വീഡിയോ എടുക്കേണ്ട ആവശ്യം വരത്തില്ല. അങ്ങനെ ഇതൊക്കെ നിങ്ങൾ സ്പീഡ് കൂട്ടിയാണ് കാണുന്നത്. ഏകദേശം ഈ പണിയും വീഡിയോ എടുക്കലും എല്ലാം കൂടി ഒരു 2 മണിക്കൂർ അടുപ്പിച്ച് എടുക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പണി മാത്രമാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തീരും. പക്ഷേ വീഡിയോ കൂടെ എടുക്കണമെന്നിട്ട് എല്ലാം പതുക്കെ പറ്റും. ഇതിനിടയ്ക്ക് അവരെങ്ങനെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അന്നത്തെ വീഡിയോ കോളാകും. അപ്പം മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ മുന്നേയൊക്കെ ഞാൻ ഡേ ഇൻ ലൈഫ് ഇടുമ്പോൾ തട്ടിക്കൂട് ഡേ ഇൻ ലൈഫ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ഒരു 2 വർഷമൊക്കെ മുന്നേ ഡേ ഇൻ ലൈഫ് ചെയ്യുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം 2 പേരില്ലല്ലോ. ഇപ്പം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും കട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ തട്ടിക്കൂട്ട് ഡേ ഇൻ ലൈഫ് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഡേ ഇൻ ലൈഫാണ് എല്ലാവരും ചോദിക്കുന്നത്. എല്ലാവരും മീൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരാണെങ്കിലും ചേച്ചി ഡേ ഇൻ ലൈഫ് ചെയ്യാവോ, കാരണം വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കുന്നത് എപ്പോഴും ഡേ ഇൻ ലൈഫാണ്. അതുകൊണ്ടിട്ടാണ് ഇപ്പം ഞാൻ ഒരു മിനി ഡേ പോലെ ഇപ്പം കുഞ്ഞു വ്ളോഗ്സ് ഇടാറുണ്ടല്ലോ. ഇപ്പം ഇത്ര സമയം പോലെ ഇത്ര സമയമുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു മിനി വ്ളോഗ് പോലെ, വ്ളോഗായിട്ട് പറയാൻ പറ്റില്ല, 1 മിനിറ്റ് അത് കാണുമ്പോൾ നമ്മുടെ വിശേഷങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ആൾക്കാരിലേക്ക് എത്തും. അപ്പോൾ എപ്പോഴും ഈ വലിയ ഡേ ഇൻ ലൈഫ് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒരു 4 ഡേയ്സ് മുന്നേ തോന്നുന്നു ഞാനൊരു ഡേ ഷൂട്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് വന്നേക്കുന്നത്. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഏകദേശം സാധാരണ ഞാൻ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ അല്ല കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ആ ഒരു വെള്ളമൊക്കെ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാമല്ലോ. ഇതിലെനിക്ക് ഞാൻ അല്ലാണ്ട് ജസ്റ്റ് തൊലി കളയാണ്ട് വെച്ചത് കൊണ്ടിട്ട് എനിക്ക് ആ വെള്ളം എടുക്കാൻ പറ്റിയില്ല. ആ വെള്ളം തൊലി ഇട്ട വെള്ളമല്ല, അതുകൊണ്ട് ഞാനതും കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിക്കുകയോ ചെയ്തത്. അതുകൊണ്ടിട്ട് എനിക്ക് എപ്പോഴത്തെ ഉണ്ടാക്കുന്ന പോലെ ഒരു ടേസ്റ്റ് അങ്ങ് ഫീൽ ചെയ്തില്ല. വേട്ട കഴിച്ചപ്പം പറഞ്ഞു എപ്പോഴത്തെ ഉണ്ടാക്കണ പോലെ ഒരു ഇത് വന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ്. അതിപ്പോൾ എനിക്ക് തോന്നണേ ഇപ്പം ഞാൻ ആ ഒരു വെള്ളം കൂടി ആ ഉരുളക്കിഴങ്ങ് വെന്ത വെള്ളം കൂടി ഒഴിക്കാത്തത് കൊണ്ടിട്ടായിരിക്കും എന്ന് ഞാൻ അങ്ങ് ഊഹിച്ചു. എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കണമല്ലേ. പണ്ട് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്നപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ യൂട്യൂബ് ഇപ്പം ഒരുപാട് കുക്കറി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്ത് വേണം നമുക്ക് ഉണ്ടാക്കാമല്ലോ. അങ്ങനെയാണ് എല്ലാം ട്രൈ ചെയ്യണേ. അങ്ങനെ ചോറ് ചോറ് ഇപ്പുറത്തെ കുഞ്ഞടുക്കളയുണ്ട് കേട്ടോ, അവിടെയാണ് നമ്മൾ ചോറ് വാർക്കണേ. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ പോലെ ഒന്ന് തിളപ്പിച്ച് കുക്കറിൽ ഇറക്കി വെച്ച് കൊണ്ടിട്ട് ചോറിൻ്റെ കാര്യത്തിൽ വലിയ പണി വന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കാനാണ് ചോറ് വേവിക്കുക.
അപ്പോൾ അതെന്തായാലും സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഏട്ടയ്ക്കും ചോറ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും ചോറ് കൊണ്ടുപോകാറില്ല. ഇന്നിപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് ഡ്യൂട്ടിക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ചോറും കൂടെ കഴിച്ചിട്ട് വരാമെന്ന് ഓർത്ത്. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കലൊക്കെ പാടായിരിക്കും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഫുഡൊക്കെ ഇത്തിരി കുറച്ചേക്കും കേട്ടോ. കാരണം എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ടിട്ട് വണ്ണം അത്ര തോന്നുന്നില്ല. പക്ഷേ ഞാൻ ശരിക്കും വണ്ണം കൂടുന്നുണ്ട്. ഒരു നിയർ ബൈ 5 കിലോ എങ്ങാനും കൂടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് കാണുമ്പോൾ തോന്നാത്തതാണ്. അതുപോലെ വയറൊക്കെ ചാടിയിട്ടുണ്ട്. ഇപ്പോൾ ചോറൊക്കെ ഇത്തിരി കുറച്ചിട്ടുണ്ട്. ഇനി ഒരു 3 months ആയിട്ട് ഞാൻ എക്സസൈസ് ചെയ്യണമെന്നൊക്കെ ആയിട്ടല്ല, 3 months കൊണ്ടൊരു എക്സസൈസ് ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ ബെല്ലി ഫാറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ തോന്നും വയറൊന്നും ഇല്ല എന്നുള്ളത്. അത് ഈ ഹൈറ്റിന് തോന്നണം. നമ്മളത് ഒളിപ്പിച്ച് വെച്ചേക്കണം. അതൊക്കെ ഉണ്ട്. എല്ലാം കുറയ്ക്കണേ ഇതിൻ്റെ പതുക്കെ. അപ്പോൾ ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും ഞാൻ സെപ്റ്റംബർ വേണ്ട, കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചൊരു എക്സസൈസൊക്കെ ഞാൻ തുടങ്ങി നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇവിടെ വന്നിട്ട് ഒരു മുറിയിൽ ഇങ്ങനെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു മുറിയിൽ നിന്നിട്ട് കൊടുക്കണേ. തെച്ചൂട്ടി അല്ലുകുഞ്ഞൊക്കെ അപ്പുറത്താണ്. കണ്ട് ഞാൻ എനിക്ക് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കലവിലാന്നായിരിക്കും ചുറ്റും കേൾക്കുന്നത്. അതുകൊണ്ടിട്ട് ഞാനിപ്പം ഒളിച്ചിരുന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അപ്പുറേ മുറിയിലെങ്ങാണ്ട് നിലവിളി കേൾക്കുന്നുണ്ട്, നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ട്. അമ്മയുടെ കൂടെയാണ് കേട്ടോ എൻ്റെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു ഒരു ഉണക്ക ചെമ്മീൻ ഒരു സവോളയും പെടും കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സംഭവമാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റാണ്, ഏട്ടയ്ക്ക് ഇഷ്ടമാണ്. അപ്പം അതിനോട് തലേ ദിവസം ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചു. ഈ ചെമ്മീൻ പൊളിച്ച് വന്നു ഏട്ടായി. അപ്പോൾ അതൊക്കെ അപ്പം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നേരം വെളുത്ത് ഏകദേശം 6 മണിയായിട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് എനിക്ക് പാല് വാങ്ങിക്കാൻ പോകണം. അത് ദച്ചൂട്ടി അല്ലുക്കുഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ആ പോക്ക് ക്യാൻസലാവും. പിന്നെ ഏട്ടനെ വിളിച്ചെടുപ്പിച്ച് പാല് വാങ്ങിക്കാൻ വിടേണ്ടി വരും. അങ്ങനെ ചെമ്മീൻ ഏകദേശം സെറ്റായിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിപ്പുറത്ത് കട്ടൻ ചായ തേയില വെച്ചു. അതും കഴിഞ്ഞു. തേയിലായിട്ടുണ്ട്. ഏട്ടായിട്ട് തേയില കുടിക്കണേ, തേയില വെള്ളം. പിന്നെ ഇപ്പുറത്ത് ചപ്പാത്തി ചൂടാനുള്ള ഇതായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങല്ലേ വെക്കുന്നേ. അപ്പം ചപ്പാത്തി ഇന്നലെ തലേദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇടയ്ക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ ബാക്കി അമ്മച്ചി എഴുന്നേൽക്കുമ്പോൾ ബാക്കി സെറ്റാക്കിക്കോളും. കാരണം പിള്ളേരൊക്കെ എഴുന്നേൽക്കുമ്പോഴേക്കും മതിയല്ലോ. തെച്ചൂട്ടിക്ക് മിക്കപ്പോഴും രാവിലെ അമൃതം പൊടിയാണ് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറ്. അങ്ങനെ അമൃതം പൊടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കും ഏട്ടയ്ക്കുള്ള ചപ്പാത്തി ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 9 മണി ഷിഫ്റ്റ് ആണെങ്കിലും 8 മണിയാണെങ്കിലും ഞാൻ രാവിലത്തെ ഫുഡ് കൊണ്ടുപോകും. കാര്യം 9 മണിക്ക് ആകുമ്പോൾ പോലും എനിക്ക് അല്ലുവിനെ കൊണ്ട് സ്കൂളാക്കണം. അപ്പോൾ ആക്കിയിട്ടൊക്കെ ആക്കിയിട്ടാണ് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് താമസമാവും. അപ്പോൾ ഞാൻ അവർക്ക് അല്ലുവിന് ഫുഡ് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഫുഡ് എടുത്തിട്ടൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത്. അങ്ങനെ ചെമ്മീൻ ഏകദേശം ഞാൻ മാറ്റി വെച്ചുകൂടെ. ചെമ്മീനായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ചെയ്യാവുള്ളൂ. ഇനി അധികം പണിയൊന്നുമില്ല. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകലും അവിടെ ചെമ്മീൻ മാറ്റിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ചപ്പാത്തി കരിഞ്ഞു പോയി ഗൈസ്. എനിക്ക് ഇത്തിരി കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടമാണ്. ഇച്ചിരി നല്ല മുരിഞ്ഞൊക്കെ ഇരിക്കുന്ന ഇഷ്ടമാണ്. പിന്നെ ഇപ്പുറത്ത് എന്താ വെച്ച് പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ പീച്ചിങ്ങ തോരൻ അമ്മച്ചുണ്ടാക്കി, പിന്നെ സാമ്പാർ ഉണ്ടാക്കി, അതൊക്കെ ഒന്ന് ചൂടാക്കുക. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇപ്പറേ സാമ്പാർ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് സാമ്പാർ ചൂടാകുമ്പോൾ അപ്പുറത്ത് ചപ്പാത്തി ഞാൻ ചുട്ടോണ്ടിരിക്കുന്നു. മറ്റേത് പറഞ്ഞ പോലെ ഇവിടെ സുമതിയുടെ കല്യാണം നടക്കുമ്പോൾ അവിടെ പാല് കാച്ച് കല്യാണം പാല് കാച്ച്. അതുപോലെ ഇപ്പുറത്ത് ചപ്പാത്തി അപ്പുറത്ത് സാമ്പാർ. അങ്ങനെ അത് ഒന്ന് എൻ്റെ പ്ലേറ്റിലോട്ട് എനിക്ക് കൊണ്ടുപോകാനുള്ള നമ്മുടെ ലഞ്ച് ബോക്സിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന വേറൊരു ആംഗിളല്ലേ. കാരണം എൻ്റെ ഫോണിൽ സ്പേസ് അങ്ങ് തീർന്നു, ഫോൺ ക്ലോസ് ആയിപ്പോയി. അങ്ങനെ ഞാനിപ്പോൾ ഏട്ടയുടെ ഫോൺ എടുത്തിട്ടാണ് ഇനിയുള്ള വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും സാമ്പാർ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട്. അതും കൂടെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാല് വാങ്ങിക്കാൻ പോകണം. പാല് വാങ്ങാൻ പോകണം ടാസ്ക്. കാര്യം പിള്ളേർ എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ സ്കൂട്ടറും കൊണ്ട് പോകട്ടോ, ഇല്ലെങ്കിൽ ഏട്ടനെ വിളിച്ച് എണ്ണിപ്പിക്കണം ഗൈസ്. ഞാൻ ഈ വീഡിയോ ആദ്യം കുറച്ചൊന്ന് വോയിസ് ഓവർ കൊടുത്തിട്ട് പിന്നെ യൂട്യൂബിൽ നിന്ന് തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പറഞ്ഞു വന്നപ്പോൾ ഞാനിത് ഫുള്ളും വോയിസ് ഓവർ കൊടുക്കുന്നൊരവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം വീഡിയോ 11 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 11 മിനിറ്റ് ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കണം. 11 മിനിറ്റും എൻ്റെ പപ്പേൻ്റെ അമ്മേനെ അല്ലുകുഞ്ഞും തെച്ചുവിട്ടിട്ട് ഇണ്ണ വരപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പുറത്ത് മുറിയിരുന്ന് എനിക്ക് കാർച്ച കേൾക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് വോയിസ് ഓവർ കൊടുത്തിട്ട് അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഇനി ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ തെച്ചുകുട്ടിക്ക് അമൃതം പൊടി ഉണ്ടാക്കി വെക്കുക. അമൃതം പൊടി കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും അത് കഴിക്കുമ്പോൾ ഇത്തിരി ഈ പറഞ്ഞാൽ നിറച്ച് ഫില്ലിംഗ് ആയിരിക്കും. എന്നാൽ പെട്ടെന്ന് അങ്ങ് വിശക്കത്തുമില്ല. ഇത്തിരി വെയിറ്റ് ഗെയിൻ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഫുഡ് കേട്ടോ അമൃതം പൊടി. അതിൻ്റെ ടേസ്റ്റ് അത്ര വലിയ സുഖമൊന്നുമില്ല, പിള്ളേർക്ക് ഇഷ്ടമൊന്നുമില്ല. കണ്ടോ ഞാൻ പറഞ്ഞില്ല, അമൃതം പൊടി ഉണ്ടാക്കി വെച്ചപ്പോഴേക്കും നമ്മുടെ താരം എഴുന്നേറ്റ് വന്നു. അതുകൊണ്ട് ഞാൻ ഏട്ടനെ എണീപ്പിച്ച് പാല് വാങ്ങിപ്പിക്കാൻ വിട്ടു. അങ്ങനെ തൊട്ടടുത്ത് അവിടെ പോകണം പാല് വാങ്ങാനായിട്ട്. ഫ്രിഡ്ജ് കേടായതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല പാല്. അങ്ങനെ പാല് കാച്ചുവാണ്. ഈ ഒരു ക്ലിപ്പ് വീഡിയോ എടുത്തുന്ന ഏട്ടായാണ്. കാര്യം എനിക്ക് ഫോൺ സ്റ്റാൻഡിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള ക്ഷമയും ഇല്ല, സമയവും ഇല്ല. അങ്ങനെ
അങ്ങനെ കണ്ടോ എഴുന്നേറ്റ് പിന്നെ എന്നെ തോണ്ടിയും പെറുക്കി തെച്ചുകൂട്ടി നടക്കും. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അപ്പം അല്ലിക്കുഞ്ഞിന്ന് എഴുന്നേറ്റിട്ടില്ല. ഞാൻ പോകുന്നതിന് മുന്നേ എഴുന്നേറ്റിട്ടില്ല. ഇന്ന് വീഡിയോ എടുത്ത ഈ ദിവസം അല്ലിക്കുഞ്ഞ് ഒരു 9 മണിയൊക്കെ എഴുന്നേറ്റപ്പോഴേക്കും. അങ്ങനെ തെച്ചുകൂട്ടിക്ക് പാലൊക്കെ മിഠായി പൊളിച്ചു കൊടുത്തു. എനിക്കുള്ള ചോറ് വെച്ചു, ചായ കാച്ചി. ഇപ്പം ആ ഗ്ലാസ്സിൽ എനിക്കും അമ്മച്ചിക്കുള്ള ചായ നമ്മൾ ഒഴിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞായിരുന്നു, ഇപ്പം നേരത്തെ എഴുന്നേൽക്കേണ്ട കാര്യം ഞാൻ രാവിലത്തെ എല്ലാം അത്യാവശ്യം സെറ്റാക്കാമെന്ന് പറഞ്ഞു. പിന്നെ തലേ ദിവസം അമ്മച്ചി പറഞ്ഞ പോലെ തോരനും സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ച് കിടന്നുകൊണ്ടിട്ട് രാവിലെ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി പിള്ളേരൊപ്പം ഇരിക്കുക, കുറച്ച് തുണി വിരിക്കാറുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് അമ്മച്ചി പിന്നെ പതുക്കെ എഴുന്നേറ്റം മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഏകദേശം ഏട്ടയുടെ ഫുഡ് എടുത്തു. എനിക്ക് രാവിലെ കഴിക്കാനുള്ളതും ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തു. ഏട്ടയ്ക്ക് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഗ്ലാസ്സിൽ തേയില വെള്ളവും അതുപോലെ ചപ്പാത്തിയും കറി എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലിക്കുഞ്ഞും തെച്ചുകൂട്ടിക്കുള്ള കുറുക്കും പാലക്കട വെച്ചിട്ടുണ്ട് കേട്ടോ. മേശപ്പുറമൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. എത്ര ക്ലീൻ ചെയ്താലും വൈകുന്നേരം ഞാൻ വരുമ്പം ഈ അവസ്ഥയായിരിക്കും. അതുകൊണ്ടിട്ട് രാവിലെ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇനി ഞാൻ പോയി റെഡിയായി നേരെ ജോലി സ്ഥലത്ത് പോയി. അപ്പം എൻ്റെ പിന്നെ ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ. പലപ്പോഴും വ്യത്യാസമാണ്, എന്നാലും ഇങ്ങനെയൊക്കെയാണ് പോണത്. അപ്പോൾ ഡെയിം ലൈഫ് ഇടാൻ പറഞ്ഞുകൊണ്ടാണ് ഞാനത് മോർണിംഗ് റൊട്ടീനിൽ ഒതുക്കിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, കമൻസൊക്കെ പറയാം. പിന്നെ എങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഷോർട്സ് എന്തായാലും ഡെയിലി വരുന്നൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. മിക്കവാറും എല്ലാവരും ഡെയിം ലൈഫാണ് എപ്പോഴും ചെയ്യാൻ പറയുക. നോക്കട്ടെ നിങ്ങൾ എന്താ പറയുന്നത് അനുസരിച്ച് കമൻസൊക്കെ നോക്കിയിട്ട് നമുക്കിനിയും പുതിയ വീഡിയോസ് ചെയ്യാം. ഇനി വരുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.